ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മുരിങ്ങയില തോരനാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ മുരിങ്ങയില തോരൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ മുരിങ്ങയില അടർത്തിയെടുത്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 2 കപ്പ് അളവിൽ ഉണ്ടാവും. അടുത്തതായിട്ട് ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഉള്ളി ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇടത്തരം വലുപ്പമുള്ള ഒരു സവാള എടുത്ത് ചെറുതായി അരിഞ്ഞെടുത്താൽ മതിയാകും. ഈ സവാള ഇനി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഈ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. നേരത്തെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ച മുരിങ്ങയില ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. മുരിങ്ങയില ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. മുരിങ്ങയില കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളുടെ വീഡിയോകൾ ഞാൻ ഇതിനു മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. നമുക്കിനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയെടുക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങയിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കീറിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കുന്നത് കൊണ്ട് ഈ തോരന് നല്ലൊരു മണവും ഗുണവും ഒക്കെ കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്താൽ മതിയാകും. പച്ചമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാകും. ഈ ഒരു പരുവത്തിൽ. ഈ സമയം കൊണ്ട് നമ്മുടെ മുരിങ്ങയിലേക്ക് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടാകും. ഞാനിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കുകയാണ്. മുരിങ്ങയിലേക്ക് നല്ലതുപോലെ വെന്ത് വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുരിങ്ങയില വേവിക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. തീ കൂടിപ്പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ഈ മുരിങ്ങയിലയിലേക്ക് നമുക്ക് തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച തുവരപ്പരിപ്പാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വേവിച്ച തുവരപ്പരിപ്പ് 1 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. തോരനിൽ ചേർക്കാനായതുകൊണ്ട് തന്നെ ഈ തൂരപ്പരിപ്പ് നമ്മൾ വേവിക്കുമ്പോൾ ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോകരുത്. ഈ തൂരപ്പരിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന പരിപ്പാണ് കേട്ടോ. പല നാട്ടിലും പല പേരാണല്ലോ. വേവിച്ച തൂരപ്പരിപ്പ് ഇതിൽ ചേർക്കുന്നത് കൊണ്ട് ഈ തോരന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. ഈ മുരിങ്ങയിലയുടെ ആ കയ്പോ ഒന്നും ഉണ്ടാവില്ല. തൂരപ്പരിപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് നേരത്തെ ആ ചതച്ച് വെച്ച അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. മുരിങ്ങയില കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.